സ്റ്റുഡൻസ്, എ വെരി ഗുഡ് മോർണിംഗ് ടു ആൾ. നമ്മുടെ പാലാ എൻട്രൻസിന്റെ ക്രാഷ് കോഴ്സ് മെറ്റീരിയലിൽ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റെഡോക്സ് റിയാക്ഷന്റെ മൾട്ടിപ്പിൾ ചോയ്സ് MCQ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ഇതിന്റെ എസെൻഷ്യൽ തിയറി ഒരുവിധം നോക്കിയിട്ടുണ്ടെന്ന് അറിയാം. ഇച്ചിരി തിയറി കണക്ട് ചെയ്തേക്കുന്നത് റെഡോക്സ് റിയാക്ഷൻ എന്ന ചാപ്റ്ററും ഇലക്ട്രോ കെമിസ്ട്രി, നിങ്ങളുടെ 12th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയുടെ ഇലക്ട്രോ കെമിസ്ട്രിയുമായിട്ടാണ് നമ്മുടെ ഈ ചാപ്റ്ററിന് ഇച്ചിരി റിലേഷൻ കിടക്കുന്നത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഏകദേശം ഒരു 25 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്ത് തീർക്കുന്നത്. കുറെയൊക്കെ തിയറട്ടിക്കലാണ്, കുറച്ചൊക്കെ ചെറിയ ചെറിയ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ബാലൻസിങ് റെഡോക്സ് റിയാക്ഷൻ വെച്ചിട്ട് നിങ്ങൾക്ക് സ്കൂൾ ബേസ്ഡ് എക്സാംസ്, ഡിസ്ക്രിപ്റ്റീവ് എക്സാംസിന് തോനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടെങ്കിലും MCQs ആയിട്ട് ബാലൻസിങ് ക്വസ്റ്റ്യൻസിൽ നിന്ന് ചോദിക്കുന്ന രീതി വേറൊരു സ്റ്റൈലാണ്. അതുകൊണ്ട് ബാലൻസിങ് മെത്തേഡ്സ് ആയ ഹാഫ് റിയാക്ഷൻ മെത്തേഡോ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡോ ഒന്നും ഒരിക്കലും ബൈ ഹാർട്ട് എഴുതി വെക്കേണ്ട കാര്യം മൾട്ടിപ്പിൾ ചോയ്സ് എൻട്രൻസ് എക്സാംസിന് ഒരിക്കലും വരുന്നില്ല. ഓക്കെ, അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, മെറ്റീരിയലിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ദ വയലന്റ് റിയാക്ഷൻ ഓഫ് മെറ്റാലിക് സോഡിയം വിത്ത് വാട്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാം മെറ്റാലിക് സോഡിയം മെറ്റൽ വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്യുന്ന ഭയങ്കര വിഗറസ് ആണ്, എക്സോതെർമിക് റിയാക്ഷൻ ആണ്. ഇറ്റ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് റെഡോക്സ് റിയാക്ഷൻ. ഇനി ഇൻ ദ റിയാക്ഷൻ ഓഫ് ഓസോൺ വിത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2 ആക്ടസ് റെഡ്യൂസിങ് ഏജന്റ് ആണ്. എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? റെഡ്യൂസിങ്. ഇവിടെ റെഡ്യൂസിങ് ഏജന്റിന് എന്തായിരിക്കും സംഭവിക്കുന്നത്? ഓക്സിഡേഷൻ. അപ്പൊ H2O2 സംഭവിച്ച എന്താണ്? ഓക്സിഡേഷൻ. നമുക്കത് ശരിയാണോ എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അവിടെ റിയാക്ഷൻ എന്താ എഴുതി കാണിച്ചിട്ടുണ്ട്. ഓസോണും H2O2 gives H2O plus 2O2. ഇതിൽ ഓസോൺ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. H2O2 ഈ പറഞ്ഞ O3യിൽ നിന്ന് H2O ഓയിലേക്ക് എത്തിയപ്പോ 0യിൽ നിന്ന് ഓസോൺ, O3യുടെ ഇവിടത്തെ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? 0. അതിന് H2യിൽ എത്തിയപ്പോൾ എത്രയായി? -2 ആയി. ഓക്കെ, അതേ ഓസോൺ 0യിൽ നിന്ന് O2 എത്തിയപ്പോ എന്തുവാ? O2 ആയി. O2 ആയപ്പോഴത്തേക്ക് അവിടെ ഓക്സിഡേഷൻ നമ്പർ അപ്പോഴും 0 ആയി. O2യിലും ഓക്സിഡേഷൻ നമ്പർ 0 ആണ്, ഓസോണിലും ഓക്സിഡേഷൻ നമ്പർ 0 ആണ്. അപ്പൊ 0 to 0 നോ ചേഞ്ച് ഇൻ ഓക്സിഡേഷൻ നമ്പർ. ഓസോണിൽ 0 ആണ് ഓക്സിഡേഷൻ നമ്പർ, H2Oയിൽ -2 ആണ്. there is decrease in oxidation number. decrease in oxidation number is called എന്തുവാണ് അതിന്റെ പേര്? റിഡക്ഷൻ. അപ്പോൾ ഹൈഡ്രജൻ ഇവിടെ H2, അവിടെ H2, ഇവിടെയും -1, ഇവിടെയും -1. പക്ഷേ H2O2 എന്ന് വെച്ചാൽ പെറോക്സൈഡ് ആണ്. പെറോക്സൈഡുകളിൽ ഓക്സിഡേഷൻ നമ്പർ എത്രയാ? -1. -1ൽ നിന്ന് ഓക്സിജൻ ദാ ഇപ്പുറത്തെത്തിയപ്പോൾ 0 ആയി. there is increase in oxidation number. അപ്പോ ഏത് കൺസെപ്റ്റ് വെച്ച് നോക്കിയപ്പോൾ H2O2യിലെ ഓക്സിജന്റെ കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചേക്കുന്നത്? ഓക്സിഡേഷൻ ആണ് സംഭവിച്ചത്. സോ ഓക്സിഡേഷൻ ആണ് H2O2ന് സംഭവിച്ചത്. അഥവാ H2O2 ഇവിടത്തെ റെഡ്യൂസിങ് ഏജന്റ് ആണ്. നമ്മൾ ഇനി തേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത് മെറ്റീരിയലിലെ 5th question. In which of the following compounds the oxidation number of iodine is fraction? I3 ആണ്. 3 molecules iodine ഉണ്ട്. അപ്പൊ I3 -1 ആണ് ചാർജ്. അപ്പൊ -1 ഡിവൈഡഡ് ബൈ അയഡിന്റെ ചാർജ്. ഒരു അയഡിന്റെ ചാർജ് എടുക്കുമ്പോൾ -1/3 ആണ് അയഡിന്റെ ഓക്സിഡേഷൻ നമ്പർ. IF7 എടുത്തോ, IF7 എടുക്കുമ്പോൾ ഫ്രാക്ഷൻ അല്ല വരുന്നത്. IF5 എടുത്തോ, ഫ്രാക്ഷൻ അല്ല വരുന്നത്. IF3 എടുത്തോ, അതിലും അയഡിന്റെ ഓക്സിഡേഷൻ നമ്പർ എന്തല്ല? ഫ്രാക്ഷൻ അല്ല. ഇനി 4th ക്വസ്റ്റ്യൻ ആയിട്ട് എടുത്തിരിക്കുന്ന മെറ്റീരിയൽ 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് റിയാക്ഷൻ ഹൈഡ്രജൻ ഈസ് ആക്ടിങ് ആസ് ഓക്സിഡൈസിങ് ഏജന്റ്? ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് വെച്ചാൽ അവന് എന്തോ സംഭവിച്ചിരിക്കും? റിഡക്ഷൻ സംഭവിച്ചു. ഓക്സിഡൈസിങ് ഏജന്റിന് എന്തോ സംഭവിക്കുന്നത്? റിഡക്ഷൻ. ഹൈഡ്രജൻ ഈസ് ആക്ടിങ് വിത്ത് നൈട്രജൻ ടു ഗീവ് അമോണിയയിലാണോ, വിത്ത് ലിഥിയം ടു ഗീവ് ലിഥിയം ഹൈഡ്രേറ്റ് ആണോ, വിത്ത് ലിഥിയം ടു ഗീവ് ലിഥിയം ഹൈഡ്രേറ്റ്. അത് എക്സാമ്പിൾ വൈസ് നിങ്ങൾ പഠിച്ചു വെച്ചിരുന്ന ആദ്യം റെഡോക്സ് റിയാക്ഷൻ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ്. ഹൈഡ്രജനും ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിൽ പെടുന്ന ലിഥിയവുമായിട്ടുള്ള റിയാക്ഷൻ. ഇനി ഇൻ ദ റിയാക്ഷൻ CH4 plus 2Cl2 gives CH2Cl2 plus 2HCl. Option A, CH4 is reduced. There is no reduction on oxidation. Cl2 is reduced. Cl2 is oxidized. നിങ്ങൾ ഇതിലെല്ലാത്തിന്റെയും ഓക്സിഡേഷൻ നമ്പർ റൂൾസ് വെച്ചിട്ട് നമുക്ക് എഴുതി നോക്കാം. എന്നാലേ നമുക്ക് അറിയാൻ പറ്റൂ. യെസ്, 5th ക്വസ്റ്റ്യൻ ആയി നമ്മൾ മെറ്റീരിയൽ തിരഞ്ഞെടുത്തേക്കുന്ന സാധനമാണ്. അപ്പൊ അതിന്റെ കീയിലേക്ക് നമ്മൾ എത്തുകയാണ്.
ഓ കീ ഉണ്ടോ ഇവിടെ ഇല്ല. അവിടെ ആ റിയാക്ഷൻ പോലും അവർ എഴുതിയിട്ടില്ല. അതപ്പോ നമുക്ക് അവിടെ ഇട്ട് തന്നെ റിയാക്ഷനിൽ തന്നെ വാല്യൂസ് എഴുതി നോക്കാം. CH4 കാർബൺ ഹൈഡ്രജൻ. CH4 ഹൈഡ്രജന്റെ ഓക്സിഡേഷൻ നമ്പർ +1 കാർബണിന്റെ ഓക്സിഡേഷൻ നമ്പർ -4 അപ്പോഴത്തേക്ക് അതിട്ട് കണക്ക് കൂട്ടി നോക്കുക. Cl2 എന്ന് പറയുമ്പോൾ അത് ഈ പറഞ്ഞ പോലെ 0 ആണ് ഓക്സിഡേഷൻ നമ്പർ. അപ്പൊ അത് വെച്ച് എഴുതി പോകുമ്പോൾ Cl2 ഈസ് എന്താണെന്ന് നമുക്ക് പറയാം, റെഡ്യൂസ്ഡ് ആണെന്ന് പറയാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് സ്ട്രോങ്സ്റ്റ് ഓക്സിഡൈസിങ്? ഈ കൂട്ടത്തിൽ ഏറ്റവും സ്ട്രോങ്സ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ആരാന്ന് ചോദിച്ചാൽ ഫ്ലൂറിൻ. 7ാമത്തെ ക്വസ്റ്റ്യൻ മെറ്റീരിയലിലെ 14ാമത്തെ ക്വസ്റ്റ്യൻ. വെൻ അയൺ ഈസ് റസ്റ്റഡ് ഇറ്റ് ഈസ് എന്തായിരിക്കും? ഓക്സിഡൈസ്ഡ് ആണ്. ഓക്കെ. A solution of SO2 in water reacts with H2S precipitating sulfur. Here SO2 acts as oxidizing agent ആണ്. നിങ്ങൾക്കറിയാം SO2 ഒരു നല്ല ഓക്സിഡൈസിങ് ഏജന്റ് ആണ്, റെഡ്യൂസിങ് ഏജന്റും ആണ്, രണ്ടുമാണ്. അത് നമ്മൾ ഇനി ഒരു ക്വസ്റ്റ്യൻ കാണും. അടുത്തത് മെറ്റീരിയലിലെ 9th ക്വസ്റ്റ്യൻ, നമ്മുടെ 9th ക്വസ്റ്റ്യൻ മെറ്റീരിയലിലെ 18ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് കാർബൺ ആറ്റംസ് ഇൻ ഡയമണ്ട് ആൻഡ് ഗ്രാഫൈറ്റ്. ഡയമണ്ടും ഗ്രാഫൈറ്റും കാർബണിന്റെ 2 അലോട്രോപ്സ് ആണ്. രണ്ടിലും ഈ പറഞ്ഞ കാർബണിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. 0. 19th ക്വസ്റ്റ്യൻ. ഓക്സിഡേഷൻ നമ്പർ ഓഫ് ഫോസ്ഫറസ് ഇൻ BaH2PO2 twice. ബേരിയം ഹൈപ്പോഫോസ്ഫേറ്റ് ആണ്. ഇതിൽ ബേരിയത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ +1 ആണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ് ബേരിയത്തിന് കൊടുക്കാം, ഹൈഡ്രജന് -1 കൊടുക്കാം, ഫോസ്ഫറസിന് +3 കൊടുക്കാം, ഓക്സിജന് -2 കൊടുക്കാം. കണ്ടുപിടിക്കുമ്പോൾ വി വിൽ ഗെറ്റ് ബേരിയത്തിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റസ് +1. ഫോസ്ഫറസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റസ് +1. ബേരിയം ഒരു ഈ പറഞ്ഞ പോലെ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം, ഫ്രാൻസിയം എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ ഒരു ഗ്രൂപ്പ് എലമെന്റ് ആണ് ബേരിയം. അപ്പൊ ബേരിയത്തിനും ഗ്രൂപ്പ് നമ്പർ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ. അടുത്തതായിട്ട് 11ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് മെറ്റീരിയലിലെ 23ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് എ റെഡ്യൂസിങ് ഏജന്റ്? ഒരിക്കലും റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്യാത്തൊരു സാധനമാണ് കാർബൺ ഡയോക്സൈഡ്. പക്ഷേ ഓർത്തോണം, കാർബൺ മോണോക്സൈഡ് നല്ലൊരു റെഡ്യൂസിങ് ഏജന്റ് ആണ്, നമ്മൾ മെറ്റലർജിയിലൊക്കെ യൂസ് ചെയ്യും. ഇനി റെഡോക്സ് റിയാക്ഷൻ ഈസ് എന്തായിരിക്കും? എക്സോതെർമിക് ആയിരിക്കും. റെഡോക്സ് റിയാക്ഷൻ ഈസ് എക്സോതെർമിക്. മോസ്റ്റ് ഓഫ് ദ കേസസിൽ മെജോറിറ്റി വൈസും എന്തായിരിക്കും? എക്സോതെർമിക് ആയിരിക്കും. ഇനി ക്ലോറിൻ ഈസ് ഇൻ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻ. ഈ കൂട്ടത്തിൽ എവിടെയോ ക്ലോറിന്റെ പല സാധനങ്ങളാണ്, അതിൽ എല്ലാത്തിന്റെ ഓക്സിഡേഷൻ നമ്പർ നിങ്ങൾ റൂൾ വെച്ച് കണ്ടുപിടിച്ചു നോക്കുക. റൂൾസ് ബൈഹാർട്ട് ചെയ്യണം. റൂൾസ് ഫോർ അസൈനിങ് ഓക്സിഡേഷൻ നമ്പർ നമ്മൾ എസെൻഷ്യൽ തിയറി വീഡിയോയിൽ പറഞ്ഞതാണ്. നിങ്ങളത് +1 ആദ്യമായിട്ട് പഠിച്ചതാണ്. റൂൾ അപ്ലൈ ചെയ്യാനുള്ള കുറെ കോമ്പൗണ്ട്സുകൾ ചെയ്തു നോക്കുക. HCl ഹൈഡ്രജൻ +1, ക്ലോറിൻ -1, അങ്ങനെ ഓരോന്നിലും കണ്ടുപിടിക്കുമ്പോൾ ClO2ലാണ് ക്ലോറിന്റെ, Cl2Oയിലാണ് ക്ലോറിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര വരുന്നത്? +1. കാര്യം ഓക്സിജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര? -2. ക്ലോറിൻ എത്ര? +1 വെച്ചിട്ട് 2 ആയാലല്ലേ +1 × 2 +2 +-2 = Cl2Oന്റെ മൊത്തത്തിലുള്ള ഓക്സിഡേഷൻ നമ്പർ 0 ആവത്തും. അങ്ങനെയാണ് നമ്മൾ കോമ്പൗണ്ടുകളിൽ ഒരു എലമെന്റിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്ത, സൾഫർ ഹാസ് ലോവസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ. ഈ കൂട്ടത്തിൽ സൾഫറിന് ഏറ്റവും ലോവസ്റ്റ്. അപ്പൊ എന്ത് ചെയ്യണം? ഓരോ ഓപ്ഷൻ എടുക്കുക, അതിൽ സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കും. H2SO3, SO2, H2SO4, H2S ഉണ്ട്, SO4 2- ഉണ്ട്. അതിൽ H2Sലാണ് സൾഫറിന്റെ ഓക്സിഡേഷൻ നമ്പർ ഏറ്റവും ലോവസ്റ്റ്. സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത്. ഇനി 15ാമത്തെ ക്വസ്റ്റ്യൻ ആയി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് മെറ്റീരിയലിലെ 30ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ക്യാൻ ബ്രിങ് അബൌട്ട് ദി ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ ട്രാൻസിഷൻ മെറ്റൽ? ഒരു ട്രാൻസിഷൻ മെറ്റലിന്റെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ ബ്രിങ് അബൌട്ട് ചെയ്യാൻ കഴിവുള്ളത് വളരെ ഇലക്ട്രോനെഗറ്റീവ് അല്ലെങ്കിൽ ലോവസ്റ്റ് ഇലക്ട്രോനെഗറ്റിവിറ്റി കാണിക്കുന്ന, അല്ലെങ്കിൽ ഈ പറഞ്ഞ ലോവർ ഓക്സിഡേഷൻ നമ്പർ വളരെ ലെസ് ആയിട്ടുള്ള ഫ്ലൂറിൻ F-. ഓക്കെ. ഞാൻ എടുത്തോ. Which of the following can act both as reductant and oxidant? All of these. Reductant എന്ന് വെച്ചാൽ റിഡക്ഷൻ നടത്തുന്ന ആള്, ഓക്സിഡന്റ് എന്ന് വെച്ചാൽ ഓക്സിഡേഷൻ നടത്തുന്ന ആള്. രണ്ടും ചെയ്യാൻ കഴിവുള്ള ആൾക്കാർ ഞാൻ നേരത്തെ പറഞ്ഞു, SO2, NO2, HNO2. So the answer is option D, all of these. Oxidation numbers of 2 chlorine atoms
ഇൻ ബ്ലീച്ചിങ് പൗഡർ ആണ്. നിങ്ങൾക്കറിയാം ബ്ലീച്ചിങ് പൗഡറിന്റെ സ്ട്രക്ചർ ഒക്കെ നിങ്ങളുടെ എക്സാം ടെക്സ്റ്റിലുള്ളതാണ്. പറ്റുന്നുള്ളവരെ നോക്കുക, അല്ലാത്തവരത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ജസ്റ്റ് നമ്മുടെ കീയിൽ തന്നെ ആ സ്ട്രക്ചർ ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 38 ആണ്. മെറ്റീരിയലിലെ 38 ക്വസ്റ്റ്യന്റെ കീ നമ്മൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം. അവിടെ CaOCl Cl എന്ന് വെച്ചാൽ CaOCl എങ്ങനെ ഇരിക്കുന്നേ? അവൻ സിമ്പിൾ ബ്രാക്കറ്റിന്റെ അകത്തിരിക്കത്തേ ഉള്ളൂ. പിന്നെ ബ്രാക്കറ്റിന്റെ വെളിയിൽ വരുന്ന ആളാണ് ആര്? അടുത്ത Cl. അപ്പൊ CaOCl അല്ലെങ്കിൽ CaOCl2 എന്ന് നമ്മൾ എഴുതി വെക്കും. അതിൽ ഓരോ ക്ലോറിന്റെയും ഓക്സിഡേഷൻ നമ്പർ എത്ര എന്നാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. കണ്ടോ, കാൽഷ്യം സെക്കൻഡ് ഗ്രൂപ്പ് എലമെന്റ് ഓക്സിഡേഷൻ നമ്പർ +2, ഓക്സിജൻ മോസ്റ്റ് കോമൺ കേസിൽ -2, ക്ലോറിൻ അപ്പൊ എന്തായേ പറ്റൂ? ഒരു ക്ലോറിൻ -1 ഒരു ക്ലോറിൻ +1 ആയേ പറ്റുള്ളൂ. സോ the answer is +1 and -1. ഇനി 18th ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത് മെറ്റീരിയലിലെ 40ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. മാംഗനീസ് എക്സിബിറ്റ് ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ്. ഇതിൽ വളരെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കണ്ടോ, ഓരോ ഓപ്ഷനിലെയും മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻഡിപെൻഡന്റ് ആയിട്ട് എന്ത് ചെയ്യാം? കണ്ടുപിടിക്കുക. അപ്പോഴത്തേക്ക് ഹയസ്റ്റ് ഓക്സിഡേഷൻ നമ്പർ കാണിക്കുന്നത് K2MnO4. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 19 മെറ്റീരിയലിലെ 49. What is the molarity of FeSO4 solution if 50 ml of this solution exactly reduces 12 ml of 0.02 molar KMnO4 solution in acidic medium? എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ എടുത്തേക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മൊളാരിറ്റിയാണ് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ നമ്മൾ റെഡോക്സ് റിയാക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചാപ്റ്ററിൽ വന്ന മൊളാരിറ്റി ഒക്കെ നമ്മൾ സം ബേസിക് കൺസെപ്റ്റ് ഓഫ് കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്. ഇത് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇവിടെ മൊളാരിറ്റിയും തന്നിട്ടുണ്ട്, വോളിയവും തന്നിട്ടുണ്ട്. അപ്പൊ M1V1 = M2V2 ഇട്ടിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ചെയ്യാനായിട്ട് പോകുന്നത്. ക്വസ്റ്റ്യൻ ആയിട്ട് അവർ കീ പോലും കൊടുത്തിട്ടില്ല. M1V1 = M2 നോക്കാം. ഡയറക്റ്റ് അല്ല, ഇവിടെ ക്വസ്റ്റ്യൻ 41ാമത്തെയാണ് കേട്ടോ. Fe2+ MnO4+ H+ gives 5Fe3+ Mn2+ ആണ് ഇവിടെ നടക്കുന്ന റിയാക്ഷൻ. ഇതിൽ മൊളാരിറ്റി ഓഫ് Fe2+ വരുമ്പോഴത്തേക്ക് അവിടുത്തെ ഗിവൺ മാസ് എത്ര മൊളാരിറ്റി വേണ്ടി വന്നു, അല്ലെങ്കിൽ M1V1 = M2V2 ഇട്ടിട്ട് എത്ര ബാലൻസ് ചെയ്യാനുള്ള നമ്പർ വേണ്ടി വന്നു എന്ന് കൊടുത്താൽ തന്നെ നമുക്ക് കിട്ടും. 0.024 ആണ് ഇവിടുത്തെ ആൻസർ. അതിൽ ഈ 5 കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റിയാക്ഷൻ ബാലൻസ് ചെയ്ത് നോക്കുന്നത്. എത്ര മോൾസ് അവിടെ റിയാക്ട് ചെയ്തു എന്ന് അറിയാൻ വേണ്ടി. അതിൽ നിന്നാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്തേക്കുന്നത്? ആൻസറിലേക്ക് എത്തി. ഗോയിങ് ഓൺ, അടുത്ത ക്വസ്റ്റ്യൻ. നമ്മൾ 20ാമത്തെ ക്വസ്റ്റ്യൻ ആയി തിരഞ്ഞെടുത്തേക്കുന്നത് മെറ്റീരിയലിലെ 44ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഫോസ്ഫറസ് ഹാസ് ദി ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് +3. ഫോസ്ഫോറസ് ആസിഡ് നിങ്ങൾ 12th സ്റ്റാൻഡേർഡ് പി ബ്ലോക്ക് ചാപ്റ്റർ പഠിക്കും. ആരാ ഫോസ്ഫോറസ് ആസിഡ് സ്ട്രക്ചർ, ഓർത്തോഫോസ്ഫോറിക് ആസിഡ് സ്ട്രക്ചർ, മെറ്റാഫോസ്ഫോറിക് ആസിഡ് സ്ട്രക്ചർ, പൈറോഫോസ്ഫോറിക് ആസിഡ് സ്ട്രക്ചർ. 12th സ്റ്റാൻഡേർഡ് ഫിസിക്സിലെ പി ബ്ലോക്ക് ഓർമ്മയുള്ളവർക്ക് അറിയാം, അതിന്റെ പടമൊക്കെ വരച്ച് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇവിടെ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഫോസ്ഫറസ് ഉള്ളത് ഈ പറഞ്ഞ ഫോസ്ഫോറസ് ആസിഡിന്റെ അകത്താണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ എ. അടുത്തത് 21ാമത്തെ ക്വസ്റ്റ്യൻ ആയി തെരഞ്ഞ മെറ്റീരിയൽ 48. വിച്ച് ഈസ് ഇൻകറക്റ്റ്? കുറെ സെന്റൻസ്. കെമിക്കൽ ഇക്വേഷൻസ് ക്യാൻ ബി ബാലൻസ്ഡ് ബൈ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്, ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ഓർ അയോണിക് മെത്തേഡ്. ശരിയാണ്. സ്റ്റോക്ക് നൊട്ടേഷൻ ഈസ് യൂസ്ഡ് ടു ഓക്സിഡേഷൻ നമ്പർ കൺസെപ്റ്റ്. ശരിയാണ്. A negative E0 mean that the redox couple sentence കാണാൻ വെച്ചേക്കണം. A negative E0 mean negative E0 എന്ന് വെച്ചാൽ E0 യുടെ വാല്യൂ നെഗറ്റീവ് ആയാൽ redox couple is a stronger reducing agent than H+H2 couple. ആരാണ് H+H2 couple എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് ആയിട്ടുള്ള ഷീ ആണ് H+H2 couple എന്ന് പറയുന്നത്. A positive E0 means that the redox couple is a weaker reducing agent than H+H2 couple. ആരാണ് H+H2 couple എന്ന് പറഞ്ഞാൽ
അവരെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ആരാ, നമ്മുടെ ഷീ ആണ്. ഷീ എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് തന്നെയാണ്. ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അക്കോർഡിംഗ് ടു ആക്ടിവിറ്റി സീരീസ് ദ ബെസ്റ്റ് OA എന്ന് വെച്ചാൽ ഓക്സിഡൈസിങ് ഏജന്റ് ഈസ് ലിഥിയം എന്നാണ് എഴുതിയിരിക്കുന്നത്. തെറ്റാണ്, ഫ്ലൂറിൻ ആണ്. ഓക്കെ, അപ്പോ അവിടുത്തെ ബെസ്റ്റ് ആക്ടിവിറ്റി സീരീസ് വെച്ചിട്ടാണ് നോക്കട്ടെ. അപ്പോ ക്വസ്റ്റ്യൻ നമ്പർ 48 ഫ്ലൂറിൻ ഉണ്ടോ, F2 ഫ്ലൂറിൻ തന്നെയാണ് ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഗോയിങ് ഓൺ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ദ ആൻസർ ഇവിടുത്തെ എന്തോ വരുന്നത് വിച്ച് ഈസ് ഇൻകറക്റ്റ് ആണ് സെന്റൻസ്. അപ്പൊ അക്കോർഡിംഗ് ടു ആക്ടിവിറ്റി സീരീസ് ദ ബെസ്റ്റ് ഓക്സിഡൈസിങ് ഏജന്റ് ഈസ് ലിഥിയം എന്ന സെന്റൻസ് തെറ്റാണ്. ആ സെന്റൻസിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാം, ഈസ് F2 എന്ന് കൊടുത്താലേ കറക്റ്റ് ആവും. ഇനി 22 ദ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. ദ സ്റ്റാൻഡേർഡ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് എന്തായിരിക്കും, റിമൈൻസ് ദ സെയിം ഫോർ എനി കോൺസെൻട്രേഷൻ ഓഫ് എന്തായിരിക്കും, H. ഓപ്ഷൻ എ ആണ് ആൻസർ. 23 ഫോർ ദി സെൽ Al bar Al3 plus double bar Na2 plus bar Na the number of electrons transferred to E0 cell is 6 electrons. അത് നിങ്ങൾ ഇലക്ട്രോ കെമിസ്ട്രിയിൽ പഠിക്കുന്നതാണ്. നമ്മുടെ +2 തേർഡ് ചാപ്റ്റർ NCERT അതിൽ പഠിക്കും, ബാലൻസ് ചെയ്യും. ഇനി ഫോർ ദി സെൽ Al bar Al3 plus double bar Na2 plus bar Na the E0 is 1.41 volt. The standard Gibbs അല്ല, ഗിബ്സ് ആണ്. ഗിബ്സ് എനർജി ചേഞ്ച് ഡെൽറ്റ G0 സെൽ ഈസ്, നമ്മളത് ഇക്വേഷൻ വൈസ് ആണ് കണ്ടുപിടിക്കുന്നത്. മെറ്റീരിയലിലെ 57ാമത്തെ ചോദ്യം ഇതാണ് കേട്ടോ. ഡെൽറ്റ G0 ഗിബ്സ് എനർജി, ദ സ്റ്റാൻഡേർഡ് ഗിബ്സ് ഫ്രീ എനർജി ഡെൽറ്റ G0 ഈസ് ഈക്വൽ ടു -NF E0 സെൽ. അതിൽ n ന്റെ വാല്യൂ 6 ആണ്. ഇൻറ്റു ഫാരഡേ കോൺസ്റ്റന്റ് ഈസ് 96500 കുളം ഇൻറ്റു E0 സെൽ അവർ തന്നിട്ടുണ്ട് 1.41 ജൂൾ. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ വി വിൽ ഗെറ്റ് 816 കിലോ ജൂൾ എന്നാണ് ആൻസർ. Going on, next question ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തേക്കുന്നത് 25th, the last question. മെറ്റീരിയലിലെ 60ാമത്തെ ക്വസ്റ്റ്യൻ. An electrochemical cell stops working after some time because എന്തായിരിക്കും കാരണം? ഒരു റെഡോക്സ് റിയാക്ഷൻ ഇങ്ങനെ തുടർന്ന് വരും, അതിനനുസരിച്ച് മറ്റേ അളവ് കുറഞ്ഞു വരും. ഒരു സ്ഥലം എത്തുമ്പോൾ രണ്ടുപേരും, അതായത് കൂടിയുന്ന കോൺസെൻട്രേഷൻ കുറഞ്ഞു രണ്ടും കൂടെ എന്ത് ചെയ്യും, ബാലൻസ് ആയി കിട്ടുന്നുണ്ടോ. Because the electrode potential of both the electrodes become equal in magnitude but opposite in sign. Okay, ഇത്രയുമാണ് 11th സ്റ്റാൻഡേർഡ് കെമിസ്ട്രിയിലെ NCERT ടെക്സ്റ്റിലെ 8ാമത്തെ ചാപ്റ്റർ ആയ റെഡോക്സ് റിയാക്ഷന്റെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്. ഇതിന്റെ എസൻഷ്യൽ തിയറിയിൽ കാണുക. ഇതിന്റെ അസൈൻമെന്റ് എഴുതുന്നത് നിങ്ങൾക്ക് അറിയാം, വളരെ സിമ്പിൾ ആണ്. കെമിസ്ട്രിയിൽ അസൈൻമെന്റ് എഴുതാം, ക്വസ്റ്റ്യൻ നമ്പർ ഇടുക, ഓപ്ഷൻ എ ആണെങ്കിൽ A എഴുതുക, അതിന്റെ ആൻസർ എന്തോ അത് എഴുതുക. ചില റിയാക്ഷൻസിൽ ഞാനിവിടെ ഡെൽറ്റ G0യുടെ ആ ഒരു ഒറ്റ കണക്കിന് മാത്രമാണ് ഇക്വേഷൻ യൂസ് ചെയ്തത്, അത് ചെയ്യാം. പിന്നെ ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ചോദിക്കാൻ ചാൻസ് വരുന്ന JEEക്കും നീറ്റിനും ഈ പറഞ്ഞ പോലെ ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻസ് കാണാം. അതുകൊണ്ട് അത് ചെയ്ത് പഠിച്ചേക്കാം. അടുത്തൊരു വീഡിയോയിൽ അടുത്തൊരു ചാപ്റ്ററിന്റെ MCQസുമായിട്ട് കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ, താങ്ക് യു.